ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്ന നാഗമാണിക്യം ഇന്നിവിടെ ഇല്ലെങ്കിൽ എന്താ അർത്ഥം? അവർക്കെന്തോ സംശയം വന്നിട്ടുണ്ടെന്നല്ലേ അർത്ഥം? അതുകൊണ്ടാണ് നമ്മൾ വരുന്നതിന് മുൻപ് തന്നെ നാഗമാണിക്യം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്. എന്നുവെച്ചാ നാഗമാണിക്യം കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ നിർത്തണമെന്നാണോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നാഗമാണിക്യം നാഗലോകത്തിന്റെ സ്വത്താ. അത് നമ്മൾ തിരിച്ചെത്തിക്കുക തന്നെ വേണം. നാഗമാണിക്യം തിരിച്ച് നാഗലോകത്ത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേലാണ്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പോയി നാഗമാണിക്യം എവിടെയാണെന്ന് അന്വേഷിച്ചു വരാം. നീ കുറച്ചു സമയത്തിന് ശേഷം ദ്വാരകാ ക്ഷേത്രത്തിലേക്ക് വാ. ഞാനും അങ്ങോട്ട് എത്തിക്കോളാം. അവിടെ വെച്ച് നമുക്കൊരുമിച്ച് നാഗമാണിക്യമുള്ള സ്ഥലത്തേക്ക് പോവാം. ശരി. ത്രിശൂൽ, 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 ത്രിശൂൽ. ത്രിശൂൽ, ത്രിശൂൽ, ത്രിശൂൽ. ത്രിശൂലിനെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ലല്ലോ. മുകളിൽ എവിടെയെങ്കിലും കാണും. എല്ലായിടത്തും ഞാൻ നോക്കി, എങ്ങുമില്ല. അങ്ങനെയാണെങ്കിൽ നാട് ചുറ്റാൻ പോയതായിരിക്കും. അതെയോ? എവിടെ പോയതാണവൻ? എവിടെയാ ഇപ്പൊ തിരികെ? അമൃത, ഒരു മിനിറ്റ്. അവൻ എവിടെ പോയതാണെന്ന് ഇപ്പൊ മനസ്സിലായി. അളിയന്റെ കൂടെ പുറത്തു പോയതാ. എന്താ? ദിഗ്വിജയരംഗളിന്റെ കൂടെയോ? അളിയൻ തന്നെ കൂട്ടിക്കൊണ്ട് പോയത്. എവിടേക്കാ പോയതെന്ന് വല്ലതും നിങ്ങൾക്കറിയോ? അറിയില്ല എവിടേക്കാ പോയതെന്ന്. അതിരിക്കട്ടെ, നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കുന്നത്? അതൊന്നുമല്ല, ഏതോ ഒരു സ്ഥലം കാണിക്കാന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാ. ഓ, അങ്ങനെയാണോ? ശരി. ആ ദിഗ്വിജയൻ തൃശൂലിനെ കൊല്ലാനായി കൊണ്ടുപോയതായിരിക്കും. ഇല്ല, എന്തെങ്കിലും ചെയ്ത് രക്ഷിച്ച മതിയാവും. മുതലാളി, എന്തായി കാണുന്ന തകർത്ത് കളഞ്ഞ ഏതൊരു അമ്പലം പോലെ ഉണ്ടല്ലോ. എന്നെ എന്തിനാ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ? കാര്യമുണ്ട്. എന്താ കാര്യം വെച്ചാൽ പറഞ്ഞോളൂ മുതലാളി. എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്. ആരാ മുതലാളി അങ്ങനെ ഒരാള്? മുതലാളി ഇങ്ങോട്ട് വന്ന് കാണാൻ മാത്രം വലിയൊരാള്. മുതലാളി എന്തിനാ അവര് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നത്? വേണമെങ്കിൽ അവരോട് വീട്ടിൽ വന്ന് കാണാൻ പറയായിരുന്നില്ലേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്താരും അറിയാതിരിക്കാനാ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. ആരും അറിയരുതെന്നൊക്കെ പറഞ്ഞ ആരുടെ കാര്യം മുതലാളി പറഞ്ഞു വരുന്നേ? ഒരു മനുഷ്യൻ കുറെ ദിവസമായി എന്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ട് എന്റെ സമാധാനം തകർത്തുകൊണ്ടിരിക്കുക. അവനെ കൊന്നുകളയണം എനിക്ക്. കൊന്നുകളയാനോ? അതും മുതലാളിയുടെ സമാധാനം കളയുന്നാളോ? ആരാ മുതലാളി അത്? നീ തന്നെ. ഞാനോ? വെറുതെ ഇങ്ങനെ തമാശ പറയല്ലോ മുതലാളി. ഞാനിത് ചെയ്തില്ലെങ്കിൽ അന്ന് സ്വപ്നത്തിൽ കണ്ടതുപോലെ സംഭവിക്കും. എനിക്കിങ്ങനെ ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. എന്നാലും എന്റെ മകന്റെ ഭാവിക്ക് വേണ്ടി എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ. നീ ജീവനോടെ ഇരുന്നാൽ എന്റെ മകന്റെ സുഖവും സന്തോഷവും എല്ലാം നഷ്ടപ്പെടും. നിന്നെ കൊല്ലുകയല്ലാതെ എനിക്ക് വേറൊരു മാർഗവുമില്ല. നാഗമാണിക്യം കൊണ്ട് നിന്റെ കഥ ഞാൻ
ദിഗ്വിജയ, ആ അമൃത, കൃത്യസമയത്ത് തന്നെയാ നീ വന്നത്. വാ. ഞാന് എന്റെ കൈകൊണ്ട് തൃശൂലിനെ എങ്ങനെ കൊല്ലുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും കൃത്യസമയത്ത് തന്നെ നീ എത്തിയല്ലോ. ചെല്ല്, നീ നിന്റെ ജോലി അങ്ങ് തീർക്ക. ഏയ്, അവൻ മരിച്ചു എന്ന് വിചാരിക്കൊന്നും വേണ്ട. തലയ്ക്ക് ഒരു അടികെട്ടി ചെറുതായി ബോധം പോയതേ ഉള്ളൂ. ഇനിയിപ്പൊ നിന്റെ ചാൻസാ. നിന്റെ ശക്തികളെല്ലാം പ്രയോഗിച്ചോ. എന്താ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? അമൃത, ചെന്ന് നിന്റെ ശക്തികൾ പ്രയോഗിച്ച് അവന്റെ കഥ തീർക്ക്. ഇവിടെ നിന്നെ തടയാൻ ഒരാള് പോലും ഇല്ല. ചെല്ലു അമൃത, അവന്റെ ജീവൻ എടുക്ക്. ഇല്ല, ഞാൻ അവനെ കൊല്ലില്ല. എന്താ നീ ഇങ്ങനെ പറയുന്നത്? നിന്റെ വായിന്ന് തന്നെ വരുന്ന വാക്കുകളാണോ ഇത്? വാസുകി വംശത്തിൽപ്പെട്ട ഞാൻ മറ്റൊരാളുടെ പ്രാണൻ എടുക്കുന്നത് എങ്ങനെയാണ്? ഇല്ല, എനിക്കവനെ കൊല്ലാനാവില്ല. നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് തന്നെ ഈ ജോലി ചെയ്യാനാ. എന്നിട്ടിപ്പോ പറ്റില്ല എന്ന് പറയുന്നു. ഈ കാര്യം ഗുരുക്കളെങ്ങാനും പറഞ്ഞാൽ എന്താവും അറിയോ? ഏത് ഗുരുക്കൾ അറിഞ്ഞാൽ അവൻ എന്നെ എന്തു ചെയ്യും? സാത്വിക ഗുണമുള്ള എന്നെ വിളിച്ചു വരുത്തി രാക്ഷസ ഗുണങ്ങൾ പഠിപ്പിച്ച് നിങ്ങളുടെ മോശം പ്രവൃത്തികൾക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കുകയാണ് അല്ലേ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഇനി എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. നീ അവനെ കൊല്ലാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ തന്നെ അതങ്ങ് ചെയ്തോളാം. അമൃത വരാൻ പറഞ്ഞത് ഈ സ്ഥലത്ത് തന്നെയല്ലേ? എന്നിട്ട് അവൾ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇത്ര നേരിട്ട് എന്താ വരാത്തെ? അവൾ ഇതുവരെ വന്നില്ല എങ്കിൽ അവൾ എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടാവോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അവള് നല്ലപോലെ ശ്രദ്ധിക്കുന്നവളാ. അവളെ കുറിച്ച് ആർക്കും ഒരു സംശയവും വരില്ല. എന്നാലും അവള് വൈകുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇന്നലെ നാഗമാണിക്കുള്ള സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഏതൊരു ഗുഹയിലേക്കാ കൊണ്ടുപോയത്. ഇപ്പൊ നാഗമാണിക്യം കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വരാൻ പറഞ്ഞത്. അവൾ ഇനി എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്നോട് ഈ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ് മറ്റാർക്കോ വേണ്ടി അവൾ എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുമായിരിക്കും. അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവൾ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കില്ല. എന്നാലും എന്റെ മനസ്സിലെന്തോ ദുസ്സൂചന മാത്രമേ വരുന്നുള്ളൂ. എന്തായാലും നാഗമാത പറഞ്ഞ പോലെ ഞാൻ വളരെ ശ്രദ്ധിച്ച് നീങ്ങേണ്ടിയിരിക്കുന്നു. ആരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കേണ്ട. എന്നെ സഹായിക്കാൻ വേണ്ടി വന്നവള് എന്നെ ആക്രമിക്കാൻ വേണ്ടി നോക്കുന്നു. വിശ്വാസവഞ്ചന കാണിക്കുകയാണല്ലേ നീ? വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനല്ല, നീയാണ്. എന്നെ ഇങ്ങോട്ട് ദുരുദ്ദേശത്തോടെ വിളിച്ചു വരുത്തി നീയാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ തടയാൻ നോക്കണ്ട. ഞാനിവനെ കൊല്ലാതെ അടങ്ങില്ല. എന്നെ തടയാൻ നോക്കണ്ട അമൃത, മാറി നിൽക്കേ. തെറ്റാണ് നീ ചെയ്യുന്നത് അമൃത. തെറ്റ് ചെയ്യുന്നത് ഞാനല്ല, നീയാ. നീയും നിന്റെ കൂട്ടുകാരും കൂടി ചേർന്ന. നിന്നെ പറ്റിയും നിന്റെ കൂട്ടുകാരെ പറ്റിയും എനിക്കൊന്നും അറിയില്ല എന്നാണോ വിചാരം? എല്ലാം എനിക്കറിയാം. നാഗമാണിക്യം കട്ടെടുത്തതും ആദിശേഷനെ കൊന്നതുമെല്ലാം നിങ്ങളാ. നാഗലോകത്തിന്റെ പ്രതികാരത്തെക്കുറിച്ച് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഒരൊറ്റ തവണ ഞങ്ങൾ ശപഥമെടുത്താൽ മരണം വരെയും അത് മാറില്ല. അമൃത, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ മാർഗം നീ തടഞ്ഞാൽ ഗുരുക്കൾ നിന്നെ വെറുതെ വിടില്ല. നാഗലോകത്തിലുള്ളവർക്ക് നിന്നോട് പ്രതികാരം തീർക്കണമെന്നുള്ള കാര്യം അറിഞ്ഞിട്ടും അയാൾ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ച് നിങ്ങളുടെ ജോലിക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ലേ? നിങ്ങൾ ഒരിക്കലും നല്ലവരല്ല. നോക്ക്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്നെ നീ വെറുതെ വിട്ടേക്ക്. ആയിക്കോട്ടെ, വിട്ടേക്കാം. നാഗമാണിക്യം എന്നെ ഏൽപ്പിക്കേ. അത് മാത്രം സാധിക്കില്ല. അത് സാധിക്കില്ല എങ്കിൽ നിന്നെ ഇവിടുന്ന് വെറുതെ വിടാനും എനിക്ക് സാധിക്കില്ല.
വിട്ടേക്ക്, എന്നെ ഒന്ന് ചെയ്യരുത്, വിട്ടേക്ക്. ഇരുപത്തിമൂന്ന് വർഷങ്ങളായി നാഗലോകമാകെ വേദന തിന്നുകൊണ്ടിരിക്കുക. നിന്നെ ഞാൻ ഇന്ന് സംഹരിക്കാൻ പോവുക. നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. മരണവേദന എന്നാൽ ഇതാണ്. മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിച്ചില്ലേ നിങ്ങൾ? അനുഭവിക്കുക. എന്റെ ശക്തി എന്താണെന്ന് അറിയാതെ എന്നെ തന്നെ കൊല്ലാൻ നോക്കുന്നോ നീ? നാഗലോകത്തിന്റെ രീതികൾ നിന്റെ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ആ എന്റെ ശക്തിക്ക് മുന്നിൽ വേറെ ഒന്നും നടക്കില്ല. നാഗലോകത്തിലുള്ളവരെ ദ്രോഹിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഗതി. തൃശൂൽ, തൃശൂൽ, എഴുന്നേക്ക് തൃശൂൽ. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്നെ രക്ഷിച്ചോളാം. എടീ നാഗമേ, ഞാൻ മരിച്ചു എന്ന് നീ കരുതിയല്ലേ? മരിക്കാൻ പോകുന്നത് ഞാനല്ല, തൃശൂല. നാഗമാണിക്യത്തിന്റെ സഹായം കൊണ്ട് തൃശൂലിനെ ഞാൻ എന്നേക്കുമായി ഇല്ലാതാക്കും. എവിടെ പോയി രണ്ടുപേരും? അമൃത തൃശൂലിനെ ഇവിടുന്ന് രക്ഷിച്ചോണ്ട് പോയോ? അമൃത ഇത്ര നേരായിട്ട് എന്താ വരാത്തെ? അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവോ? മുൻപ് എന്നെ സഹായിക്കാൻ വന്നതുകൊണ്ട് മാത്രമാണ് നീലിക്ക് അവളുടെ ജീവൻ പോലും നഷ്ടമായത്. ആ ദുഷ്ടരുടെ മന്ത്രജാലം പ്രവചിക്കുന്നത് അസാധ്യമാണ്. പാപങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സായതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവോ? ഇല്ല ഇല്ല, അമൃതയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. അവൾ വളരെ ശക്തിശാലിയും ബുദ്ധിശാലിയുമാണ്. അത്ര എളുപ്പത്തിൽ അവളെ അപായപ്പെടുത്താൻ ആർക്കും തന്നെ സാധിക്കില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഇവിടെ കാത്തു നിൽക്കുന്നതിന് പകരം അവളുള്ള സ്ഥലത്തേക്ക് പോയി അവൾ വരാൻ താമസിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ആ, അതാണ് വേണ്ടത്. അവൾ എവിടെയാണോ അങ്ങോട്ടേക്ക് പോകാം. ഇപ്പോൾ തന്നെ എന്നെ അമൃതയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. എടീ, എന്നെ പറ്റിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? സാധിക്കില്ല. ഒരു കാരണവശാലും ഞാൻ നിന്നെ വിടില്ല.
ഏയ്, നീ ഇനിയും മരിച്ചില്ലേ? ജീവൻ പോയെങ്കിലല്ലേ മരിക്കൂ. ഓ, അവിടെ മരിച്ചവൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ആലോചിക്കുകയായിരിക്കും അല്ലേ? അവിടെ വെച്ച് ഞാനൊരു നാടകം കളിച്ചത്. ഛെ, വെറും അഭിനയം. നിന്റെ ഈ ജീവിതം തന്നെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയല്ലേ? ആഹാ, അത് കൊള്ളാലോ. ആരും സ്വന്തം മരണത്തെ പേടിക്കാതിരിക്കില്ല. ഒരുപക്ഷെ മരണം വന്നാലും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. ഞാനും ചെയ്തത് തന്നെ. അതെങ്ങനെയാ മോശമാകുന്നത്? ഛെ, ഓരോരോ നുണകൾക്കും ന്യായങ്ങളുണ്ട്, തെറ്റുകൾക്ക് കാരണങ്ങളും. അതിന് എന്നെ പോലുള്ളവർ വന്നിരിക്കുന്നത് കള്ളമല്ലേ നീ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്? ഏയ്, ഞാൻ നിന്റെ നാഗലോകത്തുള്ളവർക്ക് മാത്രമാണ് വഞ്ചകൻ, ഭൂമിയിലുള്ളവർക്കല്ല. നിനക്കുള്ള വിചാരണകളൊക്കെ പിന്നീട്. നിന്നോടിങ്ങനെ സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അതാ കാടിനകത്തേക്കാണല്ലോ പോകുന്നത്. അമൃത അപ്പൊ അവിടെയാണോ ഉള്ളത്? എന്തിനാ ഇങ്ങോട്ട് വന്നത് അവള്? അവിടെ എന്താ ജോലി? ഇല്ല, എന്റെ മനസ്സെന്തോ അവൾക്ക് അപകടം പറ്റിയെന്നാണ് പറയുന്നത്. അവൾക്കൊന്നും തന്നെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ ആ കാടിനകത്തേക്ക് പോകാം. അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ അവിടെ വെച്ച് തന്നെ കൊല്ലും. അമൃത, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിതാ എത്തി. നിന്നെ സഹായിക്കാനായി ഞാൻ വരുന്നുണ്ട്. ആദ്യം എനിക്ക് തൃശൂലിനെ ഇവിടുന്ന് രക്ഷിക്കണം. എന്റെ വഴിക്ക് നീ എന്നെ അങ്ങ് വിട്ടേക്ക്. എന്താ പുണ്യം കിട്ടാനുള്ള കഥ പറയാ നീ? ഇപ്പൊ വിട്ടേക്ക്, പിന്നെ വരാന്നൊക്കെ പറയുന്നു. നോക്ക്, എനിക്ക് നിന്നെ ആവശ്യമില്ല, തൃശൂലിനെ മാത്രം മതി. അവനെ കൊല്ലാതെ ഞാൻ അടങ്ങില്ല. അതിന് ഞാൻ നിന്നെ സമ്മതിച്ചിട്ട് വേണ്ടേ? ഡേ, നിന്റെ സമ്മതം ആർക്ക് വേണം? ഏയ്, ഞാൻ തൃശൂലിനെ കൊല്ലാൻ വേണ്ടി നാഗമാണിക്യത്തിന്റെ ശക്തി പ്രയോഗിച്ചപ്പോൾ നീ എന്തിനാ അതിനിടയ്ക്ക് കയറി ബലിയാടായത്? ചാകുമ്പോഴും ചിരിക്കുന്നു നീ. നീ ഇപ്പൊ എന്നെ കൊന്നു എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? സത്യം എന്താണെന്നറിയോ? നിന്റെ മരണത്തിന് നീ തന്നെ വഴിയൊരുക്കിയതാ. എന്റെ മരണോ? അതെ, നീയും നിന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് നാഗമാണിക്യം കട്ടെടുത്തില്ലേ? ആദിശേഷൻ നിങ്ങളെ ആരെയും വെറുതെ വിടില്ല. എന്താ ആദിശേഷൻ? അവൻ ചത്തിട്ട് എത്രയോ വർഷങ്ങളായി. അത് നിന്റെ തോന്നലാ. ആദിശേഷൻ പുനർജനിച്ചിട്ടുണ്ട്. അവൻ നിങ്ങളോടുള്ള പ്രതികാരം തീർത്തു മാത്രമേ മടങ്ങിപ്പോകൂ.